അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി സൗണ്ട് ബാറുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്ത പോലെ നമ്മുടെ സെബ്രോണിക്സിന്റെ തന്നെ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി 5.1 സൗണ്ട് ബാർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ സെബ്രോണിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള അവരുടെ സെബ് ജൂക്ക് ബാർ 7451 പ്രോ 5.1 ആണ് എന്റെ മുന്നിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടിയൊക്കെ തുറന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകും അല്ലെ? അപ്പോൾ ഒരു സ്നാപ്പ് കൊണ്ട് നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്തേക്കാം അല്ലെ? അപ്പതേ ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു സൗണ്ട് ബാറിന് കൂടെ സെബ്രോണിക്സ് നൽകുന്നത്. ആദ്യം തന്നെ ഈ ഒരു പാക്കറ്റ് കണ്ടോ, ഈ ഒരു പാക്കറ്റിന്റെ അകത്ത് എന്തൊക്കെയാ വരുന്നത്? നമുക്ക് റിമോട്ട് വരുന്നുണ്ട്, യൂസർ മാനുവൽ വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സൗണ്ട് ബാർ ക്ലാമ്പ് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളും സ്ക്രൂ എല്ലാം സെബ്രോണിക്സ് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സൗണ്ട് ബാർ പവർ ചെയ്യാനുള്ള അഡാപ്റ്റർ. പണ്ടൊക്കെ സൗണ്ട് ബാർ ഇറങ്ങുന്ന സമയത്ത് ഡയറക്റ്റ് കറണ്ടിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതേപോലെ 24 വോൾട്ടിന്റെ 12 വോൾട്ടിന്റെ ഒക്കെ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഈ ഒരു സൗണ്ട് ബാർ ഒക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി വിശദമായിട്ട് നമ്മുടെ സൗണ്ട് ബാറും സബും സ്പീക്കറും എല്ലാം കണ്ടേക്കാം. ആദ്യം തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സൗണ്ട് ബാർ, നമ്മുടെ സെബ്രോണിക്സിന്റെ സെബ് ജൂക്ക് ബാർ 7451 പ്രോ 5.1. അടിപൊളി സാധനമാണ്. നോക്കിക്കേ, ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി മെറ്റൽ ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഗ്ലോസി ഫിനിഷ് ആണ്. പ്രീമിയം എന്ന് പറഞ്ഞോളൂ, പ്രീമിയം ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു സൗണ്ട് ബാർ വരുന്നത്. നേരെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ അകത്ത് HDMI ഓപ്ഷൻ വരുന്നുണ്ട്, അതേപോലെ ഓക്സ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട്, സബ് ഔട്ട് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഈ ഒരു സ്പീക്കർ ലെഫ്റ്റും റൈറ്റും സ്പീക്കേഴ്സ്, സറൗണ്ട് ലെഫ്റ്റും സറൗണ്ട് റൈറ്റ് സ്പീക്കേഴ്സിന്റെ കാര്യങ്ങളും ഇതിന്റെ അകത്താണ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ സാധനത്തിന്, കൊള്ളാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സബ് വൂഫർ വരുന്നത്. നല്ല അടിപൊളി സാധനമാണ്. നോക്കിയാൽ അധികം വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒറ്റ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു പൊക്കമുണ്ട്, അതേപോലെ ഓവർ വലിപ്പവും ഇല്ല. എവിടെയും നമുക്ക് ഒരു ചെറിയ ഒതുങ്ങിയ മൂലയിൽ നമുക്ക് സൂപ്പർ ആയിട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്റെ മിക്ക വീഡിയോസിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സബ് വൂഫർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സബ് വൂഫർ ഉള്ള സൗണ്ട് ബാറോ ആംപ്ലിഫയറോ എന്ത് വാങ്ങി കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പൊ ഇതേപോലെ ഉണ്ട്, ഇതൊക്കെ കുഞ്ഞ് സബ്ബാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ട് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പെർഫോമൻസ് കിട്ടത്തില്ല. ഇത് വെക്കേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സോഫയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ദിവാങ്കോട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കലക്കൻ പെർഫോമൻസ് കിട്ടും. മെയിൻ ആയിട്ട് റിമോട്ട് കൺട്രോൾ വരുന്നത് ഇതിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ ഒരു സബും കാര്യങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും കൊണ്ട് വെക്കാം. ഇതിനകത്ത് ഇത് വയറാണ് വരുന്നത്. അപ്പോൾ ആ വയർ കണക്ഷൻ എവിടെ വരെ എത്തുന്ന അവിടെ വരെ കൊണ്ട് വെക്കാം. വയർ കട്ട് ചെയ്ത് നീളം കൂട്ടി അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നല്ല പെർഫോമൻസ് കിട്ടത്തില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ കൂടെ നൽകിയിട്ടുണ്ട് ഒരു വയർ. ആ വയറിന്റെ നീളം വരെ അത്രയും നീളത്തിൽ വരെ പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് കൂടുതൽ നിങ്ങൾ കട്ട് ചെയ്ത് നീളം കൂട്ടി കഴിഞ്ഞാൽ പെർഫോമൻസ് കിട്ടത്തില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്ന് വെച്ചാൽ ഈ നമ്മുടെ സബും സ്പീക്കറും ഈ ഒരു സൗണ്ട് ബാറും എല്ലാം വയർഡ് ആണ് കേട്ടോ വരുന്നത്. കാരണം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ വയർലെസ്സോ കാര്യങ്ങളൊന്നും അല്ല, ശരിക്കും വയർഡ് ആണ് കേട്ടോ നല്ലത്. വെച്ചാൽ വയർലെസ് എന്ന് വെച്ചാൽ കൊള്ളത്തില്ലെന്നല്ല പറയുന്നത്, വയർ വഴി ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു എഫക്റ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് അങ്ങനെ പിന്നെ ബാക്കിയുള്ള കണക്ഷൻസ് വഴിയൊക്കെ കൊടുക്കുന്നതും ഡയറക്റ്റ് ആയിട്ട് കേബിൾ വഴി, ഇപ്പോൾ ഒപ്റ്റിക്കൽ HDMI അതേപോലെ തന്നെ നമ്മുടെ ഓക്സ് ഒക്കെ വഴി കൊടുക്കുമ്പോഴുള്ള ഒരു ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. 240 വാട്ട്സ് RMS ആണ് ഈ കാണുന്ന ഫുൾ സിസ്റ്റത്തിന് സെബ്രോണിക്സ് നൽകുന്നത്. 240 എന്ന് പറയുന്നത് സബിന് മാത്രമല്ല ടോട്ടൽ സിസ്റ്റത്തിന് തന്നെ 240 വാട്ട്സ് RMS ആണ് സെബ്രോണിക്സ് നൽകുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല സെബ്രോണിക്സിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് മറ്റുള്ള ബ്രാൻഡിനോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും, നല്ല പെർഫോമൻസും കാണും. ഓക്കെ, പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സറൗണ്ട് സ്പീക്കർ വരുന്നത്, സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ടിവിയുടെ ഫ്രണ്ട് വെക്കേണ്ടതല്ല കേട്ടോ. ഇത് അത്യാവശ്യം സറൗണ്ട് ആണ്. ഇത് SL എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സറൗണ്ട് ലെഫ്റ്റും സറൗണ്ട് റൈറ്റും ആണ്. ഇതിലാണ് ഫ്രണ്ടിലത്തെ സ്പീക്കർ ലെഫ്റ്റും റൈറ്റും വരുന്നത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ച് ഞങ്ങൾക്ക് പെർഫോമൻസ് കിട്ടത്തില്ല. ഇത് ബാക്കിൽ ഏകദേശം നമ്മുടെ ഇരിക്കുന്നതിന്റെ ഏകദേശം ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ഒരു ലെവലിൽ സൈഡിൽ കൊടുക്കേണ്ട സാധനമാണ്. സറൗണ്ട് കിട്ടാനുള്ള സ്പീക്കറാണ് കേട്ടോ. ഇത് നമുക്ക് വയർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മുടെ സൗണ്ട് ബാർ പോലെ തന്നെ സൗണ്ട് ബാറിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ? സൗണ്ട് ബാർ നമ്മുടെ ഈ ഒരു സ്പീക്കറും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ബാറിൽ നിന്ന് ഒരു കഷ്ണം കറക്റ്റ് സൗണ്ട് ബാറിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തായിട്ടേ തോന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സറൗണ്ട് സ്പീക്കറും നമ്മുടെ സെബ്രോണിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഒരു സെറ്റപ്പിൽ തന്നെ സബ് ചെയ്യാൻ നേരെ താഴത്തേക്ക് വെക്കുന്നു, സ്പീക്കറിലൂടെ അറേഞ്ച് ചെയ്യുന്നു. സ്പീക്കർ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ബാക്കിലായിരിക്കും വെക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ നമ്മുടെ എന്തുവായിരുന്നു സൗണ്ട് ബാർ, അതെ സൗണ്ട് ബാറും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്നാപ്പിന്റെ കളിയാണ്. ഇപ്പോഴും ഒരു സ്നാപ്പ് അങ്ങ് പോയേക്കാം. സ്നാപ്പ് ചെയ്തതിന് ശേഷം ഫുള്ള് സെറ്റ് ആക്കി വരാം. അങ്ങനെ നമ്മുടെ സൗണ്ട് ബാർ നമ്മൾ ഫുൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ ഈ റിമോട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ ഓർത്തു. കാരണം ഈ ഒരു റിമോട്ടിൽ ഒരുപാട് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു സൗണ്ട് ബാറിന്റെ കൊടുത്തിരിക്കുന്നത്. വോളിയം കൂട്ടാം കുറയ്ക്കാം, അതേപോലെ സബിന്റെ ഗെയിൻ കൂട്ടാം കുറയ്ക്കാം, ട്രബിള് കൂട്ടാൻ കുറയ്ക്കാം, അതേപോലെ തന്നെ ഒരുപാട് മോഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മോഡ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് മോഡ്, മൂവി മോഡ്, ന്യൂസ് മോഡ്, സ്പോർട്സ് മോഡ് എന്ന് വേണ്ട അടിപൊളിയാണ്. കൂടാതെ തന്നെ ഇതിന്റെ സെൻട്രൽ സ്പീക്കറിന്റെ, അതായത് നമ്മുടെ സൗണ്ട് ബാറിനുള്ള സെൻട്രൽ സ്പീക്കറിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം. ഈ കാണുന്ന സറൗണ്ട് സ്പീക്കേഴ്സിന്റെ വോളിയവും കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു കലക്കൻ സൗണ്ട് ബാർ എന്ന് തന്നെ പറയാം. മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് കേട്ടോ. ഓക്കെ, കൂടാതെ തന്നെ ഞാനൊന്ന് പാട്ടിട്ട് നോക്കിയായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പൊ നമ്മുടെ പുതിയ സിനിമ ഇറങ്ങിയല്ലോ ലോക, അതിൻ്റെ അകത്തെ ആ ഒരു സോങ് ഇട്ടിട്ടുണ്ടല്ലോ,
എന്റെ ദൈവം, എനിക്കത് കേൾപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളെ. കാരണം വെച്ചാൽ കോപ്പിറൈറ്റ് വരും എനിക്ക്. അതില്ലായിരുന്നെങ്കിൽ, കോപ്പിറൈറ്റ് എന്നൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ വിഷയമായത്. ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോകണം. നമ്മുടെ NCSന്റെ ഒരു സോങ് ആണ് ഇടുന്നത്. അത് നമുക്ക് ഇടാൻ ഇപ്പൊ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അവര് കോപ്പിറൈറ്റ് എന്നാണോ എനിക്ക് കയറുന്നത്? പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ നേരത്തെ കാണിച്ച ഒരു കപ്പാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓർക്കണം കേട്ടോ. ഇതെന്തുവാ നിങ്ങൾ ഈ പണിത് വെച്ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റി ഓഡിയോയ്ക്ക്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം. നല്ല ആ ഒരു സോങ്ങിലെ ടിങ് ടിങ് എന്ന് അടിക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം. അതായത് ഈ ഒരു സ്പീക്കറിൽ തന്നുണ്ടോ, ബാക്കിൽ സറൗണ്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് എനിക്ക് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു സൗണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോഴേ നിങ്ങൾ നല്ലൊരു സൗണ്ട് ബാർ എന്തായാലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു ഓപ്ഷൻ ആക്കി വെക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സെബ്രോണിക്സിന്റെ സെബ് ജൂക്ക് ബാർ 7451 Pro 5.1. എന്ന് വെച്ചാൽ 5.1 കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ബാക്കിലെ സ്പീക്കറിൽ കൺട്രോൾ ചെയ്യാം. ഇതിന്റെ സെൻട്രൽ സ്പീക്കർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റും റൈറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഒന്നും പറയാനില്ല. കലക്കൻ സാധനം. 240 വാട്ട്സ് RMS ആണ് ഇതിൽ പറയുന്നത്. ഇതിന് വാട്ട്സ് കൂടിയതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമന്റിലൂടെ അറിയിക്കുക. ഇങ്ങനെയുള്ള സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ ഇനിയും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. കൂടാതെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നേരെ നമ്മുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്ലിപ്കാർട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ സൗണ്ട് ബാർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്താൻ മറക്കണ്ട. നിങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കലക്കൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ്, സൈനിങ് ഔട്ട്.